എല്ലാവർക്കും അറിയാം. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എനിക്ക് വേറെയും കുറേ ചാനലുകളുണ്ട്. ആ എല്ലാ ചാനലുകളിലും മോണിറ്റൈസേഷനും കാര്യങ്ങളെല്ലാം ഓഫായിട്ടുണ്ട്. ഞാൻ അതിലൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല. ഈ മല്ലു ഫാമിലി എന്നുള്ള ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ടിരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ ഇൻട്രോ വീഡിയോ കൂടെ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്, അല്ലേ? ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മല്ലു ഫാമിലിയിലെ സുജിനിൻ്റെയും പൊന്നൂസിൻ്റെയും ഡിവോഴ്സ് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മല്ലു ഫാമിലി എന്ന് പറയുന്നത് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ തൊട്ടിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സീസ് സോഷ്യൽ മീഡിയയിൽ വളരെ കോമൺ ആണ്. നല്ല രീതിയിൽ ഇവരെന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും കണ്ടന്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഗിവ് അവേ ചെയ്താലും ഇനി ട്രാവലിന് പോയാലും 3 കാറ് കാണിച്ചാലും ഇൻ്റർവ്യൂ കാണിച്ചാലും അങ്ങനെയാണ്. ഒരുപോലെ ഒരുപാട് സപ്പോർട്ടേഴ്സും ഒരുപോലെ ഒരുപാട് ഹെയ്റ്റുമുള്ള ഒരു കാറ്റഗറിയിലുള്ള ഫാമിലി തന്നെയാണ് ഈ മല്ലു ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മല്ലു ഫാമിലിൻ്റെ വ്ളോഗ്സ് കാര്യങ്ങൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ ഒരു എൻഡ് ഭാഗത്തോട്ട് അറിയാം, ഈ സുജിനും പൊന്നൂസും വലിയ നല്ല ടേംസിലായിരുന്നില്ല. മിക്കപ്പോഴും അവർ തെറ്റി നിൽക്കുന്നത് കാണാം, പിന്നെ അവർ മിണ്ടി വരുന്നത് കാണാം, അവർ അൺഫോളോ ചെയ്യുന്നത് കാണാം, പിന്നെ ഫോളോ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ ഈ സീരീസ് പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പി അതുവഴി റീച്ച് ഉണ്ടാക്കി ആ പൈസ ഉപയോഗിച്ച് പലതും ചെയ്യുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാർ. അതുപോലെ തന്നെ എല്ലാവരും തുടക്കകാലങ്ങളിൽ ഇവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒരു കണ്ടന്റ് പോലെയാണ് കണ്ടിരുന്നത്. ആൻഡ് സുജിൻ പ്രത്യേകിച്ച് അങ്ങനെയായിരുന്നു. യൂട്യൂബിൽ ഒരു ആളാളെ സെറ്റ് ചെയ്തിരുന്ന ഒരു രീതി ബേസിക്കലി അങ്ങനെയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പോയോ പോയില്ലേ എവിടെ എന്ത് എങ്ങനെ. ആൻഡ് ഇപ്പോൾ ഒരു നമ്മുടെ സുജിനൊരു ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഗിവ് അവേ സ്പ്രേ ഇങ്ങനെ ഒരു പരിപാടിയായി നടക്കുന്നു. ആളിപ്പം ജ്വല്ലറിയുടെ പേജുകൾ തുടങ്ങുന്നു. അങ്ങനെ ഭയങ്കര ആക്റ്റീവായി പോവാണ്. ഇന്നലെ രണ്ടുപേരുടെയും പേഴ്സണൽ പ്രൊഫൈലിൽ ദേ ആർ ഗെറ്റിംഗ് ഡിവോഴ്സ്ഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഇട്ടു. രണ്ടുപേരും പോസ്റ്റിൽ കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോരുത്തരും ഇട്ടിട്ടുള്ള പോസ്റ്റിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ വായിക്കാൻ പോകുന്നത് സുജിൻ ഇട്ട പോസ്റ്റാണ്. ഒരു പോസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഐ വോണ്ട് ടു ഷെയർ സംതിങ് പേഴ്സണൽ വിത്ത് യു. മൈ വൈഫ് ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് സെപ്പറേറ്റ്ലി ഫോർ ദ പാസ്റ്റ് ഫ്യൂ മന്ത്. ഞാൻ മലയാളം വായിക്കാം, അതാണല്ലോ എളുപ്പം. പിന്നെ ഞാൻ മലയാളത്തിൽ പറയേണ്ടി വരും. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേരും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ച് പരസ്പരം ബഹുമാനത്തോടുകൂടി ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും വളരെ പേഴ്സണലി തീരുമാനമെടുത്ത് ഡിവോഴ്സ് ആവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങളിത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങളുടെ കമൻറ്റ് സൈഡ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നെഗറ്റീവ് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പൊന്നൂസിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, സുജിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇതുപോലൊരു പോസ്റ്റ് പൊന്നൂസിൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. We have been receiving many messages asking about our relationship, and after staying silent for a long time, I felt it's a time to speak from the heart. Yes, we have been separated for the past few months, and after many tears, long thoughts, and quite battles with ourselves, we have decided to move forward with a legal divorce. This was never a decision made in anger. It was made with heavy heart, mutual understanding, and the painful realization that sometimes love alone is not enough to keep two people together. Love alone is not enough to keep two people together. അതിലൊരു കുത്തലുണ്ട്. There was once a beautiful story filled with laughter, dreams, and shared moments that meant everything to us. But life doesn't always follow the ending we once imagined. Instead of holding on to a chapter that was slowly losing its happiness, we choose to let it go dignity, choosing peace over pain, healing over pretending. Today we are walking separate paths quietly and respectfully with the hope of finding calm with our own lives. I sincerely request everyone to understand the situation and to please stop asking if we will be together again. Because this chapter has truly ended and you will not see us together anymore. This will be my first and last explanation regarding our relationship. I kindly ask you all to respect our privacy and allow us
the silence that we need to heal. And pin a post. This book has come to an emotional end, filled with beautiful chapter. Never forget, always in my heart, just no longer in my life. And the Sujin Ponnu story, once full of love, smile, and countless memory, has now faded into a quiet goodbye. Some story don't end with loud ending; they end softly, leaving behind lessons, strength, memories that will forever stay in our heart. രണ്ടുപേരുടെ പോസ്റ്റിലിട്ട BGM ആൻഡ് നമ്മൾ വളരെ ഇമോഷണലി ഇരുന്നു കൊണ്ട് ഈ ഒരു സാധനം വായിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഭയങ്കര ഹേർട്ടാവും. എനിക്ക് സുജിൻ വളരെ ക്ലിയർ കട്ടായി കാര്യം പറഞ്ഞു വിട്ടെങ്കിലും ആളുടെ എക്സ് വൈഫായിട്ടുള്ള പൊന്നൂസ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചതൊക്കെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഹേർട്ടാണ്. അപ്പം റെസ്പെക്റ്റിംഗ് യുവർ ഡിസിഷൻ, കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത്, നിങ്ങളാണ് ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് സ്മൂത്ത് അല്ല, ഇത് ഫ്രണ്ടോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആവില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതിനൊരാളുടെയും പെർമിഷൻ വേണ്ട, ഒരാളുടെയും ഒന്നും വേണ്ട. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് നിങ്ങളുടെ ഡിസിഷൻ മാത്രമാണ്. ആൻഡ് വളർന്നു വരുന്ന കുട്ടികൾക്കും നിങ്ങളുടെ ഈ തല്ലും ഇടിപിടിയും കണ്ട് വളരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് പോകുന്നതുകൊണ്ടാണ്. സോ വി റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇതിൽ രണ്ട് വ്യക്തികളും പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്ലാരിഫിക്കേഷനാണിത്. ഇനി ഞങ്ങളുടെ സൈഡിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഈ രണ്ട് പോസ്റ്റ് വായിച്ച സമയത്തും ഞാനിത് റിയാക്ട് ചെയ്തിട്ടില്ല. ഈവൻ കണ്ടിട്ടുള്ളവർക്കറിയാം, ഐ നെവർ സ്പോക്ക് അബൌട്ട് ദിസ്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് കുറേ റിയാക്ഷൻ വീഡിയോക്കാർ ഈ ടോപ്പിക് എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇവർ അതിൽ പറയുന്നുണ്ട് നിങ്ങളിത് സംസാരിക്കരുത്, ഡിസ്കഷൻ ആവുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സുജിൻ ചേട്ടൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നു. അപ്പോൾ ഐ തോട്ട് ഓഫ് സ്പീക്കിംഗ്. കാരണം അവർ തന്നെ പറഞ്ഞു സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ സംസാരിച്ചു. അപ്പോൾ എനിക്കും പറയാമെന്ന് കരുതി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു എന്ന് ഞാൻ മറന്നുപോയി. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കമൻസ് ഇടുന്ന ആളുകളും ആയിരുന്നു അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട്. അവിടെ കഴിഞ്ഞോട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു തംബ്ലെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം അന്നത്തെ ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യമായിട്ടും പറയാണ് അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ രണ്ട് പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ one വാങ്ങലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ചെയ്ത് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി പ്രശ്നങ്ങൾ വഴക്കുകൾ ഒരുപാട് എല്ലാവരുടെയും പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പോൾ നമുക്കെന്നറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസൊക്കെ തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങളെന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ അവളുടെ തന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പോൾ പിന്നെ ഇവരുടെ ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ജനങ്ങൾ കമൻ്റ് അടിക്കും. കാരണം ഇവർക്കൊക്കെ എപ്പോഴും സീക്രട്ട് ഏജൻറ്റ് പറയുന്ന പോലെ എല്ലാവർക്കും ഒരു റിയൽ ലൈഫും ഉണ്ട്, റിയൽ ലൈഫും ഉണ്ട്. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നത് ഇവരുടെ റിയൽ ലൈഫാണ്. ഈ റിയൽ ലൈഫിൽ ഇവർ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു 30 സെക്കൻഡോ 50 സെക്കൻഡോ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഇവരുടെ ജീവിതം വിലയിരുത്തുന്നത്. ഇതിനുള്ളിൽ ഇവരെന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ആർക്കും അത് മനസ്സിലാക്കാനോ പറയാനോ റെഡിയാക്കാനോ സോൾവ് ചെയ്യാനോ ഒന്നും ആർക്കും പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ്, അല്ലെങ്കിൽ ദേഷ്യത്തിന് പുറത്തെടുത്ത ഡിസിഷനാണ്, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും, വീണ്ടും റെഡിയാക്കണം, ഒത്തുപോ, ഈ കമൻസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ട രണ്ട് വ്യക്തികൾക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് അവർക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ആക്കുക എന്നുള്ളത് ഓൾവേസ് എ റൈറ്റ് തിങ്, എപ്പോഴും ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ഒരിക്കലും ഫൈറ്റ് ചെയ്തുകൊണ്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സാധനമല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും ലൈഫാണെങ്കിലും. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ലൈഫിൽ നമുക്ക് വേണ്ടത് ഹാപ്പിനെസ്സും പീസുമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? സോ അവരുടെ ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം.
തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒന്ന് ഉള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെ നിന്നായിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയിച്ചു എന്ന് ഈ സുജിൻ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ചെറിയൊരു ഇത്, സുജിൻ്റെ പെർസ്പെക്റ്റീവാണ്, ഞാൻ അതിനെ ഒരിക്കലും റോങ് ആയിട്ട് പറയുന്നില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ എത്ര ആൾക്കാർ ഡിവോഴ്സ് ആവുന്നുണ്ട്? ഇവരെല്ലാവരും ഇവരുടെ ഡിവോഴ്സ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ വന്ന് അറിയിക്കുന്നുണ്ടോ? ഇനി അഥവാ അവരെ അറിയിച്ചാലും അവരത് പിടിച്ച് ഒരു കമൻ്റായിട്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ അറിയിക്കണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ? പറയുന്നവർ പറയട്ടെ, ചോദിക്കുന്നവർ ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സുജിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വീഡിയോയുടെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. സുജിന് വളരെ ക്ലിയർ ആയിട്ട്, എനിക്ക് തോന്നുന്നു സുജിൻ ഇതിന് മോണിറ്റൈസേഷൻ ഒന്നും ഓൺ ചെയ്തിട്ടുണ്ടാവില്ല, മേ ബി, ഐ തിങ്ക്. സുജിന് വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വിടാം. പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം നിങ്ങളുടെ ദാമ്പത്യം എന്ന് പറയുന്നത് ഇസ് യുവർ പേഴ്സണൽ ലൈഫ്. അവിടെ എന്ത് സംഭവിച്ചാലും അത് പുറത്ത് പറയണോ പറയണ്ടേ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം മാത്രമാണ്. ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കോണ്ടന്റ് അല്ല. എന്നിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ടോപ്പിക്ക് വന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് നിങ്ങളുടെ റെസ്പെക്റ്റിനെയും നിങ്ങളുടെ ഡിഗ്നിറ്റിയെയും ബാധിക്കുന്ന രീതിയിലാണ് ഈ കോണ്ടന്റുകൾ ചെയ്യുന്നതെങ്കിൽ ഫൈൻ. ഇൻസ്റ്റഡ് പലരും നിങ്ങൾ പബ്ലിക്കലി ഇട്ടിട്ടുള്ള പോസ്റ്റുകളാണ് എടുത്ത് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് സുജിനും ആൻഡ് പൊന്നൂസിനും വളരെ ക്ലിയർ ആയിട്ട് അറിയാം, നിങ്ങൾ ഇതിട്ടാൽ സോഷ്യൽ മീഡിയയിൽ 2-3-4-5 ദിവസം ഇത് ഡിസ്കഷൻ വരും. സുജിൻ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, മനോരമേൻ്റെ പേജിലൊക്കെ ഇതൊരു ഡിസ്കഷൻ ആയിട്ടുണ്ടെന്ന്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ട പോസ്റ്റാണ്, അറിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായി നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് അങ്ങ് പോയാൽ മതി. കമൻറ്റ് ഇടുന്നവർ ഇടട്ടെ. പലരും പലതും ചോദിക്കും, പലരും പലതും പറയും. നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി എന്ന ആംഗിളിൽ ചിന്തിച്ചുകൂടായിരുന്നു. അതില്ല. അപ്പം പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്ന ആൾക്കാരെയും പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറയാം, അപ്പോൾ അതിൽ അവളെ തന്നെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളിലെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ്, അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളാരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പിരിയാന്നുള്ള സംഗതി എടുത്തു, അത് നിങ്ങളെ അറിയിച്ചു. അപ്പോൾ ഞാൻ പറയാം, സുജിൻ പറയുന്നത്, സുജിൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ പൊന്നൂസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോകളും കമൻറ്റുകളും കണ്ടു. അതുകൊണ്ടാണ്. അപ്പോൾ പൊന്നൂസിന് കുറ്റം വരാനുള്ളത് പണ്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ ഇട്ട് വെച്ചിട്ടുള്ള കോണ്ടന്റുകൾ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ട് ഈ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. ആൻഡ് ഇവിടെ ഒരു 2 വ്യക്തികൾ സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് അവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവിടെ റൈറ്റ് ഉള്ളത് ആ 2 വ്യക്തികൾക്ക് മാത്രമാണ്. അതിൻ്റെ പുറമെ നിൽക്കുന്നവരോ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കോ ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ആ സുജിൻ എന്താണ് അവിടെ അനുഭവിച്ചത്, പൊന്നൂസ് എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് സുജിനും പൊന്നൂസിനും മാത്രമേ അറിയൂ. സുജിൻ എന്താണെന്നുള്ളത് പൊന്നൂസിനെ അറിയൂ, പൊന്നൂസ് എന്താണെന്നുള്ളത് സുജിനെ അറിയൂ. പൊന്നൂസിനും സുജിനും ഇല്ലാത്ത പ്രശ്നങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ എന്നുള്ളതും എനിക്ക് പേഴ്സണലി ഇവിടെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊന്നൂസിനെ പറ്റി പലരും പലതും പറയാം, സുജിനെ പറ്റി പലരും പലതും പറയാം. നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളെക്കുറിച്ച് അറിയുന്നിടത്തോളം കാലം, നിങ്ങൾ 2 പേരും പരസ്പരം കുറ്റം പറയാത്തിടത്തോളം കാലം അതൊരിക്കലും നിങ്ങളെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. ഒരാളുടെ നല്ലത് പറയുന്നതിനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടം ഒരാളുടെ നെഗറ്റീവ് പറയാനാണ്. ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു വീഡിയോ ചെയ്തിട്ടോ വേറെ കണ്ടന്റുകളാക്കിയിട്ട് ആരും വരണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല മറ്റേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ വീഡിയോസുകൾ ചെയ്തിട്ട് മുന്നിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. പിന്നെ കുറേ ആൾക്കാരപ്പോൾ വന്നിട്ട് പറയും അവൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാണെന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കാണെന്ന്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കും. ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താന്ന പരിപാടിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം നിങ്ങൾക്കറിയാം, കാരണം യൂട്യൂബിൽ ഇനി സോഷ്യൽ മീഡിയ പറ്റി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇട്ടാൽ പേയ്മെന്റ് കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടാൽ നമുക്ക് പേയ്മെന്റ് കിട്ടില്ല. ഓക്കെ, അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരായിരിക്കും അതിനെപ്പറ്റി ഓരോ കമന്റ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോക്കിയാൽ മനസ്സിലാവും. യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, കുറേ വീഡിയോസുകൾ ചെയ്തിട്ട് ഫേസ്ബുക്കിലാണ് ഞാൻ ഇടയ്ക്ക് നിലയ്ക്ക് ഓരോ വീഡിയോസുകൾ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊന്നൂസിനെ. അതുപോലെ തന്നെ അതിലെ കമന്റ്സുകളും കാര്യങ്ങളും കുറേ പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പൊന്നൂസിന് മോശമായിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം ഒരിക്കലും അവളെ അങ്ങനെ മോശക്കാരിയാക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ അങ്ങനെയൊന്നും ആരും നിൽക്കേണ്ട, അത് എനിക്കിഷ്ടമല്ല. കാരണം പക്ഷേ
നമുക്ക് നമ്മളുടെ ഈ ഒരു ബന്ധം നമുക്കത് മുന്നിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിരിയാ എന്നുള്ള തീരുമാനം എടുത്തത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തൊരു തീരുമാനമല്ല. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആൻഡ് നമ്മൾ ഇതൊക്കെ എത്ര പറയേണ്ടതെന്ന് പറഞ്ഞാലും കുറ്റം പറയേണ്ട ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളറിയുമെങ്കിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇവിടെ പൊന്നൂസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് സുജിന് ഹേർട്ട് ആയതുകൊണ്ടാണ് സുജിൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഡെഫിനറ്റ്ലി ഈ വീഡിയോ എടുത്തിട്ട് എല്ലാവരും സംസാരിക്കും. ചിലപ്പോൾ സുജിൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാം, ചിലപ്പോൾ പൊന്നൂസ് പറയാം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതോടുകൂടി ഈ ടോപ്പിക് തീരും. നിങ്ങൾ പറഞ്ഞാൽ ഇത് വീണ്ടും ഒരു ടോപ്പിക് ആവും, അത് പിന്നെ ഡിസ്കഷൻ ആവും. പറഞ്ഞ പോലെ ഒരു ഫോർച്യൂണറിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ പല ഫാമിലി വ്ളോഗേഴ്സും വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഒരു ഫോർച്യൂണർ വാങ്ങുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത്. എന്തായാലും രണ്ട് മക്കളുടെ പാരൻസ് എന്ന നിലയിൽ അവർക്ക് ഒരിക്കലും ഒരു ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടി ഇല്ലാത്തൊരു ഹുക്ഡപ്പ് സ്റ്റോറി ഉണ്ടാക്കണ്ട എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ തീരുമാനമല്ല പിരിയാ എന്ന് അങ്ങനത്തെ തീരുമാനമല്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. വെറുതെ ഇതും പറഞ്ഞിട്ട് ഇനി കണ്ടന്റ് ആക്കിയിട്ടും വീഡിയോസ് ആക്കിയിട്ടും നെഗറ്റീവ് കമന്റ്സുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോകുക. നമുക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനും അവളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ആ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവളും ഭാര്യ ഭർത്താവായിട്ട് മുന്നിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയല്ല, നമ്മൾ സെപ്പറേറ്റഡ് ആണ്. കാരണം അവൾ ഞങ്ങൾ അവളും പടപ്പം ഏകദേശം തോന്നുന്നു 3 മാസം 4 മാസത്തിനടുത്തായി അവളെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒരു പോയിന്റ് കിടക്കുന്നത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളുടെ അടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം എന്താക്കും കുട്ടികളുടെ കാര്യത്തിന് കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ അവളെ വിളിക്കാതിരിക്കുക ശത്രുക്കളോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇവിടെ അടുത്തൊരു ചോദ്യം വരുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതിനും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം സുജിൻ തന്നിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും ഞങ്ങൾ മ്യൂച്വലി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെയും കുട്ടി നിൽക്കും, അവിടെയും നിൽക്കും. ഞങ്ങളുടെ ഇടയിൽ കോൾസ് ഉണ്ട്, കോൺടാക്ട് ഉണ്ട്. കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഇനി മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ വന്നു എന്നേ ഉള്ളൂ. രണ്ടുപേര് സെപ്പറേറ്റഡ് ആയി എന്ന് കരുതി അവർ ലൈഫ് ലോങ് എനിമീസ് ആയിട്ട് ഫ്രണ്ടോട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പും ടേമും കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടോട്ട് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം. അതൊന്നും ഇത്ര വലിയ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് അവരുടെ ഡിസിഷനാണ് വാട്ട് ടു ഡു. ഇറ്റ്സ് ദെയർ ലൈഫ്. ചിലപ്പോൾ ഇവർ ഇന്ന് സെപ്പറേറ്റഡ് ആവാം, ചിലപ്പോൾ നാളെ അവർ പാച്ചപ്പ് ആവാം, ചിലപ്പോൾ ഇത് ലൈഫ് ലോങ് സെപ്പറേഷൻ ആവും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ദെയർ ലൈഫ്. ആൻഡ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പ്രൈവസിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.